പത്തനംതിട്ട സ്റ്റൈലിലുള്ള ഒരു സ്പെഷ്യൽ ബീഫ് അച്ചാർ അല്ലേ? അതെ. അമ്മച്ചി, എന്തോ ഇന്ന് നമ്മൾ എന്നാ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാം? ഇന്ന് നമുക്ക് ഒരു ബീഫ് അച്ചാർ ഉണ്ടാക്കാം. ബീഫ് അച്ചാർ, പോത്ത് കറി, ബീഫ് ഫ്രൈ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അച്ചാറും കേട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതെ, അച്ചാർ ഉണ്ടാക്കുന്നത് ഞാൻ കാണാം. അതെ. അപ്പം ബീഫ് അച്ചാറിന് നമ്മൾ എന്തൊക്കെയാണ് വേണ്ടത്? ബീഫ് അച്ചാറിന് ബീഫ് വേണം. ബാക്കി ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മീറ്റ് മസാല, ഗരം മസാല, കുരുമുളക് പൊടി, ഇച്ചിരി പെരുംജീരകം പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്ര സാധനം വേണം. ഞാൻ സ്പെഷ്യലായിട്ടൊരു 10 ചുമന്നുള്ളി അരിഞ്ഞതും കൂടെ ഈ വഴറ്റുന്ന കൂട്ടത്തിലാക്കുന്നുണ്ട് ഫ്രൈ ആകാൻ. പിന്നെ കറിവേപ്പില, ഇത്രയും സാധനം, മഞ്ഞൾപ്പൊടി. ചെറിയുള്ളി സാധാരണ ഉപയോഗിക്കലില്ലേ? ചിലർ അങ്ങനെ ചിലർ ഉപയോഗിക്കുമായിരിക്കും, ചിലർ ഉപയോഗിക്കുകയില്ല. ഞാനിതുകൂടെ ഫ്രൈ ചെയ്ത് അതിൻ്റെ കൂടെ ചേർക്കും. അപ്പോൾ ചാറിനൊക്കെ ഇച്ചിരി കൂടെ കൊഴുപ്പ് കിട്ടും. അതെ. അപ്പോൾ നമ്മുടെ പത്തനംതിട്ട സ്റ്റൈലിലുള്ള ഒരു സ്പെഷ്യൽ ബീഫ് അച്ചാർ അല്ലേ? അതെ. തുടങ്ങിയാലോ? തുടങ്ങി. ഗ്യാസ് കത്തിച്ചു, ചീനച്ചട്ടി വെച്ചു, അതൊന്ന് ചൂടാകട്ടെ. ചൂടായി കഴിഞ്ഞിട്ട് എണ്ണ ഒഴിക്കുക. എന്നിട്ട് ബീഫ് ഫ്രൈ ചെയ്യണം. ഇപ്പം ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് നന്നായിട്ട് വിരകി കുക്കറിൽ വെച്ച് 4 വിസിൽ കേട്ടതാണ്. അങ്ങനെ വെന്ത് വെള്ളം പറ്റിച്ച് വെച്ചേക്കുന്ന ബീഫായത്. വേവിച്ച് വെച്ചിരിക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി ചീനച്ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. വലിയ കല്ല് പോലെ ആക്കത്തില്ല, ഒരുമാതിരി ഫ്രൈ ആയിട്ട്. 1/2 കിലോ ബീഫ്. അപ്പോൾ ഇത് ചൂടായി എണ്ണ ഒഴിക്കുന്നു. ഇത് കുക്കിംഗ് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ്. അച്ചാറിന് വെളിച്ചെണ്ണ പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ വെളിച്ചെണ്ണ കൊള്ളാം, അല്ലെങ്കിൽ അത് കനച്ചു പോകും. അപ്പോൾ അതിനാണ് ഈ ഓയിൽ ഒഴിക്കുന്നത്. നല്ലെണ്ണ ഉപയോഗിക്കും. നല്ലെണ്ണ ഉപയോഗിക്കാം. അത് ബീഫ് ഇടാം. ശരിക്കും ബീഫ് അച്ചാറിന് വലിയ സമയമൊന്നും വേണ്ടല്ലേ? ഇല്ലില്ല, ഇത്രയെല്ലാം വെന്തിരുന്നാൽ പിന്നെ, അല്ലെങ്കിൽ ഇത് ബീഫ് വെന്ത് കുക്കറെടുത്ത് വേവിച്ച് വിസിൽ കേട്ട് പിന്നെ തണുക്കണം. അത് കഴിഞ്ഞിട്ടല്ലേ പറ്റുള്ളൂ. ഇപ്പം വെന്തൊക്കെ വെച്ചത് കൊണ്ട് എളുപ്പമാണ്. അല്ല, ഇപ്പൊ വേവിക്കുന്ന സമയം കുക്കറിലായതുകൊണ്ട് എല്ലാം എളുപ്പത്തിൽ നടക്കും. അതെ, ഒത്തിരി വെന്തും പോകരുത്, ഒന്ന് കടിക്കണം. അതെ, കറക്റ്റ്. കാരണം അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോവുകയും ചെയ്യും. പാകം നോക്കണം, അല്ലെങ്കിൽ പൊടിഞ്ഞു. വേണ്ട, ഫ്രൈ ആയപ്പോൾ നമുക്ക് കടിക്കത്തില്ല. നമുക്ക് ഈ വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് കടുകടാവുന്നത് മീൻ ഉണങ്ങിപ്പോയാലത്തെ പോലെ. ഇത് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഒരു ബൗളിലേക്ക് പോരാം. എന്നാൽ വേറൊരു ചീനച്ചട്ടിയിലോട്ട് നമുക്ക് ഈ എണ്ണ മാറ്റി ഒഴിക്കാം. എന്നിട്ട് ഈ എണ്ണ തന്നെ ചേർക്കാം. ഇതിനെല്ലാം എടുത്ത എണ്ണയാണെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ പൊടിയൊക്കെ കഴിഞ്ഞ് ഊറ്റിയെടുക്കാം. ഇതിലേക്ക് അല്പം എണ്ണ കൂടെ ഒഴിക്കുക, അച്ചാറിന് വേണ്ടിയിട്ട്. എണ്ണ ഒഴിച്ചു. എണ്ണ തിളയ്ക്കുമ്പോഴേ കടുകിടുന്നു.
നമ്മളിപ്പം ഇറച്ചി വറുത്ത എണ്ണയാണല്ലോ ഇത്. ആ എണ്ണ തന്നെ ഉപയോഗിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. ഒരു കുഴപ്പമില്ല, ഉടനെ തന്നെയല്ലേ നമ്മളെ കറിക്ക് എടുക്കുന്ന പോലെ. പാത്രം മാറിയെന്നേ ഉള്ളൂ. കടുക് പൊട്ടി. ഇനി ഇതിലേക്ക് ഇഞ്ചി ഇടുന്നു. ഇഞ്ചി ഒന്ന് വഴന്ന് വരുമ്പോൾ വെളുത്തുള്ളി ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ആ ചുമന്ന ഉള്ളി 10 ചുമന്നുള്ളി ഉണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്തതാണ്, അതിടുന്നു. മക്കളുടെ അടുത്തേക്കൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ അച്ചാറൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അച്ചാറൊക്കെ കൊണ്ടുപോകും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ 4 കിലോ വറ്റ അച്ചാറിട്ട് കൊണ്ടുപോയി. പിന്നെ ബീഫ് ഉണക്കി കൊണ്ടുപോകലും. അപ്പോൾ അതിന് നിങ്ങളുടെ നാട്ടിൽ പറയുന്നു ഇടിയിറച്ചി, അത് കൊണ്ടുപോയി. അവിടെ എല്ലാവർക്കും ഒരു ഭയങ്കര ആവേശമായിരിക്കും അത് കഴിക്കാനൊക്കെ. ഇവിടുന്ന് കൊണ്ടുപോകുമ്പോഴത്തേത് നല്ല ഒറിജിനൽ അല്ലേ സാധനം. ഫ്രണ്ട്സിനും ഒക്കെ അവർ കൊടുക്കും. എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. 4 കിലോ ഒക്കെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ തീരുമല്ലേ? ബീഫ് കൊണ്ടുപോയത് ഞാൻ എത്ര 6-8 കിലോ ഉണങ്ങി ഇട്ടാ. ആണോ? ഒന്നുമില്ല, 8 കിലോ ഉണങ്ങുമ്പോൾ ഒരു 2 കിലോ 2-2.5 കിലോ കിട്ടും. പിന്നെ മറ്റേ വറ്റ കൊണ്ടുപോയത് 4 കിലോ വറ്റ മീൻ അച്ചാറിട്ട് കൊണ്ടുപോകും. പിന്നെ അല്ലാത്ത അച്ചാറും മാങ്ങായ ഇലിമ്പം പുളിയെ ഇതൊക്കെ ഇട്ട് കൊണ്ടുപോകും. അവിടെ മക്കളുടെ അടുത്ത് അച്ചാറിന് പഞ്ഞില്ല. ചമ്മന്തിപ്പൊടി ഒക്കെ കൊണ്ടുപോകും. ഇതിപ്പോൾ ഡ്രൈ ആകാറായി. ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ കരിയാപ്പിലയും കൂടെ ഇടണം. അതും ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചാൽ നല്ലതാണ്. നമ്മുടെ അച്ചാറിന് നല്ല കൊഴുപ്പും കിട്ടും. പൊടിച്ചില്ലേലും കുഴപ്പം, ആ ടേസ്റ്റ് ഉണ്ട്. എന്നാൽ അതിലും കൊഴുപ്പ് കിട്ടും. അതാണ് അതിനകത്തെ പ്രധാനമായ കാര്യം. പൊടിക്കുന്നത് നല്ലതാണ്. പൊടിച്ചില്ലെങ്കിലും ടേസ്റ്റാണ്. ഇഷ്ടം പോലെ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിപ്പോൾ പൊടിക്കുന്നില്ല. ഇത് തനതായി ചെയ്യുക. കരിയാപ്പില ഇടുകയാണ്. ഇതിന് വേണ്ട മസാലകളെല്ലാം കൂടെ നമുക്ക് ചേർക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. മതി, കരിഞ്ഞു പോകും. പൊടികളെ കരിഞ്ഞു പോകും. 1 സ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടി. കാശ്മീരി ചില്ലി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, അല്പം ഉലുവാപ്പൊടി, പെരുംജീരകം പൊടി. അച്ചാറായതുകൊണ്ടാണ്. അച്ചാർ മസാല വേണമല്ലോ. പച്ചവണം ഒന്ന് പോയി. ഇനിയിപ്പം ഗ്യാസ് വീണ്ടും ഓണാക്കുകയാണ്. ഇനി ബീഫ് ഇടാം. മസാലയെല്ലാം മൂത്തു. ഉപ്പിട്ട് വേവിച്ചതാണ്, എന്നാലും ഒരു അല്പം കൂടി ഉപ്പിടണം. ഗ്യാസ് സിമ്മിലാക്കിക്കൊണ്ട് വിനാഗിരി ഒഴിക്കണം. ഇത് ഞാനിപ്പോഴേ ഇറച്ചി 1/2 കിലോയെ വാങ്ങിച്ചിട്ടുള്ളൂ.
അത് കൂടുതൽ ഇറച്ചിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ 1 കിലോ 2 കിലോ ആണെങ്കിൽ മസാലയും കൂടുതൽ വേണം, അതുപോലെ തന്നെ വിനാഗിരി കൂടുതൽ വേണം. അതെ, അളവുകൾ മാറ്റമാണ് മസാലയ്ക്കെല്ലാം. ഇതിപ്പോൾ ചെറുതായിട്ടായതുകൊണ്ടാണ് ഞാൻ അളവ് കുറച്ച് ഇതൊക്കെ എടുത്തത്. ബീഫ് അച്ചാർ റെഡിയായി, എണ്ണ തെളിഞ്ഞിട്ടുണ്ട്, മസാലയും നന്നായിട്ടുണ്ട്, ഇനി ഉപ്പുണ്ട് പാകത്തിന്, എല്ലാം റെഡി. അതെ അതെ, ഞാൻ ബീഫ് അച്ചാറൊന്ന് കഴിച്ച് നോക്കാം, ടേസ്റ്റ് ഉണ്ടോ എങ്ങനെയുണ്ട് നോക്കിയിട്ട്. അതെ അതെ, ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കാം. പിന്നെ അച്ചാറല്ലേ അല്പനേരം കഴിഞ്ഞെങ്കിലേ വെച്ച ഉടനെ മൊത്തം വെന്ത് പോയിട്ടുമില്ല, എന്നാ കടിക്കാൻ ചെയ്യും. അങ്ങനെ നല്ല അടിപൊളി അച്ചാറാ. പിന്നെ ഇതൊരു 2-3 ദിവസം കണ്ട് ഇരിക്കുമ്പോഴത്തേക്ക് അതെ അതെ, ഇപ്പൊ നമ്മൾ വെച്ച ഉടനെ ടേസ്റ്റ് വരണതിൽ 2 ദിവസം പുറത്തിരിക്കണം, അപ്പോഴാണ് അതിന് ടേസ്റ്റ് വരുന്നത്. പിന്നെ മക്കൾക്ക് കൊണ്ടുപോകുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല അടിപൊളി അച്ചാറാകും. ഇപ്പൊ ഇട്ട് വെച്ചിട്ട് അതെ. ഇങ്ങനെ അച്ചാറിന് എത്ര കാലമൊക്കെ ഇരിക്കും? 1 വർഷമൊക്കെ ഇരിക്കും. പിന്നെ എല്ലാം വെള്ളമയം ഇല്ലാത്ത സാധനമല്ലേ, ഒന്നും ഉണ്ടാകത്തില്ല. ഞാനിപ്പം അവിടെ കൊണ്ടുപോയൊക്കെ 1 വർഷമായത് ഇപ്പോഴും അവിടെ ഇരിക്കുന്നു. നമ്മളിവിടുത്തെ പോലെ കറണ്ടും അവിടെ പോകുന്നില്ല, ഒക്കെ ആയിട്ട് നല്ലതായിട്ട്. എന്തായാലും നമ്മുടെ അമ്മച്ചിയുടെ ബീഫ് അച്ചാർ നല്ല അടിപൊളി അച്ചാറായിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ശരിക്കും ചോറിനൊന്നും വേറെ കറികളുടെ ആവശ്യമില്ല, അച്ചാർ കൂട്ടിയിട്ട് ചോറ് വയറ് നിറച്ച് കഴിക്കാം. ഉച്ചക്കൊക്കെ നല്ല വിശന്നിങ്ങ് വരുമ്പോൾ എല്ലാവരും കുറച്ച് അച്ചാറാക്കി നന്നായിട്ട് അച്ചാറൊക്കെ കോരിയിട്ട് നന്നായിട്ട് കഴിച്ചോളൂ. അടിപൊളി അച്ചാറാണ്. അപ്പൊ എല്ലാവരും ഇത് ബീഫ് അച്ചാറൊന്ന് പരീക്ഷിച്ച് ട്രൈ ചെയ്യണം, അമ്മച്ചിനെ അറിയിക്കണം അല്ലേ? അമ്മച്ചി പറഞ്ഞോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. ബൈ.